കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വഷളായി വരികയാണ്. ഇതുമൂലം ആശങ്കപ്പെടുന്നത് കൂടുതലും മലയാളികളാണ്. ലക്ഷക്കണക്കിന് മലയാളികളാണ് കാനഡയിലെ വിവിധ പ്രദേശങ്ങളിലുള്ളത്. അത് ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരും ജോലിയും പഠനവും ഒരുമിച്ച് ചെയ്യുന്നവരുമുണ്ട്. ഏറെയും കുടുംബവുമായി ജീവിക്കുന്നവരാണ്. നേരത്തെ ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയെ കാനഡ പുറത്താക്കിയതിന് തിരിച്ചടിയായി കാനഡയുടെ പ്രതിനിധിയെ ഇന്ത്യയും പുറത്താക്കിയിരുന്നു. ഇതോടെയാണ് ഇരു രാജ്യങ്ങളുടെയും ബന്ധം പാടെ ഉലഞ്ഞത്. ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സിൻ്റെ കാനഡയിലെ തലവൻ ഹർദീപ് സിംഗ് നിർജാർ 2023 ജൂണിൽ US കാനഡ അതിർത്തിയിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചതോടെയാണ് ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളുമായി കനേഡിയൻ പ്രധാനമന്ത്രി തന്നെ രംഗത്ത് വന്നത്. നിജാറിൻ്റെ മരണത്തിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് സുരക്ഷാ ഏജൻസികൾ അന്വേഷിച്ചു വരികയാണെന്നാണ് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കനേഡിയൻ പാർലമെൻറ്റിൽ അന്ന് പറഞ്ഞത്. തുടർന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ പവൻകുമാർ റായിയെ കാനഡ പുറത്താക്കുകയും ചെയ്തു. ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥനെ പുറത്താക്കിയ നടപടി ആദ്യം കൈക്കൊണ്ടത് കാനഡയാണ്. ഇന്ത്യൻ ഉദ്യോഗസ്ഥനെ പുറത്താക്കിയതിന് മറുപടിയായി കാനഡയുടെ ഇൻ്റലിജൻസ് സർവീസ് തലവൻ ഒലിവർ സിൽവർസ്റ്ററിനെ പുറത്താക്കിക്കൊണ്ടാണ് ഇന്ത്യ അതിനെ പ്രതികരിച്ചത്. ഏതുതരം വിഘടനവാദവും പ്രോത്സാഹിപ്പിക്കുന്നതും വിദേശത്ത് വെച്ച് വിഘടനവാദികളെ വകവരുത്തുന്നതും ഇന്ത്യയുടെ നയമല്ലെന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കർ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഖാലിസ്ഥാൻ പ്രവർത്തനങ്ങളുടെ സ്ഥിരാകേന്ദ്രമായി കാനഡ മാറുന്നതും US, UK, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ അത് ശക്തിപ്പെടുന്നതും ഇന്ത്യ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഈ രാജ്യങ്ങളിൽ സിഖ് ജനസംഖ്യയിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് ട്രൂഡോയുടെ പാർട്ടിയും സർക്കാരും ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. മറ്റൊരു രാജ്യത്ത് വിഘടന പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് അഭയം നൽകുകയും സഹായിക്കുകയും ചെയ്യുന്നത് പാമ്പിനെ പാലൂട്ടി വളർത്തുന്നതിന് സമമാണെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. പാല് കൊടുത്ത കൈകളിൽ തിരിച്ചു കടിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് തീവ്രവാദ സംഘടനകളിൽ നിന്ന് എന്നും ഉണ്ടായിട്ടുള്ളത്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ കാനഡ തിരിച്ചറിയുന്നു എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകുന്നത്. ഏറ്റവും ഒടുവിൽ വിവാദമായിരിക്കുന്നത് ട്രൂഡോ ഖാലിസ്ഥാൻ അനുകൂല പരിപാടിയിൽ പങ്കെടുത്ത സംഭവമാണ്. ഇതിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇന്ത്യയിലെ കനേഡിയൻ ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ അതൃപ്തി അറിയിച്ചത്. ടൊറൻഡോയിൽ നടന്ന സിഖ് വംശജരുടെ കൽസദീന പരിപാടിയിൽ ട്രൂഡോയും പ്രതിപക്ഷ നേതാവും പങ്കെടുത്തിരുന്നു. ഇരുവരും വേദിയിലേക്ക് കയറിയപ്പോഴും പ്രസംഗത്തിനിടയിലും ഖാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയർന്നു. ഇതിനെതിരെ ഒരു വാക്കുപോലും ഉരിയാടാതിരുന്ന ട്രൂഡോ പകരം സിഖ് വംശജരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും സംരക്ഷിക്കുമെന്നാണ് പ്രസംഗിച്ചത്. ട്രൂഡോയുടെ ഈ നിലപാട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുന്നതും അക്രമ അന്തരീക്ഷത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. ഇന്ത്യ കാനഡ ബന്ധം വരും ദിനങ്ങളിൽ ശത്രു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം പോലെയാകില്ലെന്ന് പറയാനാകില്ല. ലക്ഷക്കണക്കിന് മലയാളികൾ ജോലിക്കും വിദ്യാഭ്യാസത്തിനുമായി തങ്ങുന്ന രാജ്യമെന്ന നിലയിൽ ഇവരുടെ നാട്ടിലുള്ള ബന്ധുക്കളുടെ ആശങ്ക ചെറുതൊന്നുമല്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കാനഡയിലേക്കുള്ള മലയാളികളുടെ കുടിയേറ്റവും കുത്തൊഴുക്കും ക്രമാതീതമായി കൂടുതലായിരുന്നു. ഇപ്പോഴാണ് അല്പം കുറഞ്ഞത്. കുടിയേറ്റക്കാരുടെ വർധനവ് കാരണം താമസിക്കാനുള്ള വീടുകൾ പോലും കിട്ടാനില്ലാതായി. ജോലിക്കും ക്ഷാമമായി. ഇപ്പോൾ ഇങ്ങനെയും കൂടി ആയപ്പോൾ കുടിയേറ്റം നന്നേ കുറഞ്ഞു.